ഇറാൻ അമേരിക്ക യുദ്ധം പശ്ചിമേഷ്യയാകെ വ്യാപിക്കുന്നു. ഇറാനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക ഇസ്രായേൽ തുടങ്ങിവെച്ച യുദ്ധം പശ്ചിമേഷ്യയാകെ വ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നു. ബഹ്റൈനിലും ഖത്തറിലുമാണ് ഏറ്റവും കൂടുതൽ ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നത്. അബുദാബിയിൽ നടന്ന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വരുന്നു. അതേസമയം അമേരിക്ക ഇസ്രായേൽ ആക്രമണത്തിൽ വമ്പൻ ആൾനാശമാണ് ഇറാനിൽ സംഭവിച്ചിരിക്കുന്നത്. 24 കുട്ടികളടക്കം നിരവധി പേരാണ് ഇപ്പോൾ തന്നെ കൊല്ലപ്പെട്ടത്. യുദ്ധഭീതിയിൽ ഗൾഫ് മേഖലയിലേക്കുള്ള മുഴുവൻ വിമാന സർവീസുകളും നിർത്തിവച്ചിരിക്കുന്നു. UAEയും ഖത്തറും തങ്ങൾക്ക് തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്ന് പറയുമ്പോൾ ഏത് നിലക്കായിരിക്കും ഈ രാജ്യങ്ങൾ ഇറാനോട് പ്രതികാരം ചെയ്യുക എന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോഴുള്ള ഈ ആക്രമണം കൂടുതൽ ശക്തി പ്രാപിക്കുക മിക്കവാറും രാത്രിയോടെയായിരിക്കും. ആക്രമണത്തിൽ US കപ്പൽപ്പടയുടെ സർവീസ് സെന്റർ ഇറാൻ മിസൈലുകൾ തകർത്തിട്ടുണ്ട്. യുദ്ധം കനക്കുന്നതിന്റെ ഭാഗമായി ഇറാൻ ഭരണകൂടം ടെഹ്റാനിൽ നിന്ന് മുഴുവൻ ജനതയോടും ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും അവരുടെ ശക്തി കാണിക്കാനും ആ ഭീതിയിൽ ലോകത്തെ മുൾമുനയിൽ നിർത്താനും തങ്ങളാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്ന് കാണിക്കാനുമുള്ള ഒരു ശാക്തിക പ്രകടനമാണിത്. അതിന് കുടപിടിച്ചു കൊടുക്കുകയാണ് മറ്റു ലോകരാജ്യങ്ങൾ. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം ചോദ്യം ചെയ്തുകൊണ്ടുള്ള കടന്നുകയറ്റത്തെ ചോദ്യം ചെയ്യാൻ മറ്റു ലോകരാജ്യങ്ങൾ തയ്യാറാവുന്നില്ല എന്നതാണ് ഇന്നത്തെ ലോകക്രമത്തിൻ്റെ മോശം അവസ്ഥ. ഈ യുദ്ധം നീണ്ടു നിൽക്കുകയും ഗൾഫ് മേഖലയിൽ ശക്തി പ്രാപിക്കുകയും ചെയ്താൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഗൾഫിനെ ആശ്രയിക്കുന്ന നമ്മളെപ്പോലുള്ള രാജ്യങ്ങളാണ്.